ശരത്തേട്ടാ ഇത് നമ്മുടെ പുതിയ ക്രിസ്മസിന് പുതിയതായിട്ട് വന്ന ചെക്സിന്റെ ഫാബ്രിക്സ് അല്ലേ? പുതുതായിട്ട് വന്നാണ് നമുക്ക് ഇന്ന് വന്നിറങ്ങിയാണ് ആണോ? ഗോഡൗണിൽ. അടിപൊളിയായിണ്ടല്ലോ, നല്ല രസമുണ്ട്, വെറൈറ്റി ആയിട്ടുണ്ട്. ഇതൊക്കെ ഈ കാണുമ്പോ ഒരു ഓരോരോ പാറ്റേൺ വരുമ്പോഴേക്കും ഐഡിയാസ് വരുന്നു. അതെ അതെ, എന്തൊക്കെയാ നിനക്ക് ഐഡിയ തോന്നുന്നത്? എനിക്ക് കുറച്ച് കംഫി ആയിട്ടുള്ള ഡ്രസ്സസും കോഡ് സെറ്റ്സും കോട്ടൺ ഫാബ്രിക് അല്ലേ, അതും അതെ ചെക്ക് അതെ. നീ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന പിന്നെ പോലത്തെ ആ ജസ്റ്റ് ഒരു ലൂസ് ഫിറ്റ് മോഡല്. ആയിട്ടുള്ള ചെറിയ ഷർട്ട് പോലെ, ആ ലേഡീസ് ആ ഷർട്ട്, അതും ചെയ്യാം. ഷർട്സ്, ട്രാവൽ ഫിറ്റ് ആ ഒക്കെ ആയിട്ട്. ഷർട്ടും പാന്റും ഒരേ ഫാബ്രിക്കിൽ തന്നെ ചെയ്താൽ അതും നല്ലതായിരിക്കും. അല്ലെങ്കിൽ അതെ. ഷർട്സ് മാത്രമായിട്ട് ചെയ്യാം. ഇതൊക്കെ ഒരു പ്ലെയിൻ വൈറ്റ് ജീൻസിന്റെ കൂടെയോ ട്രൗസർ ആഹാ. ലിനൻ പാൻസിന്റെ ഒക്കെ കൂടെ അതെ. ഷർട്ടായിട്ട് പൊട്ടിച്ച മാത്രം വെയർ ചെയ്യാനും നല്ലൊരു ഓപ്ഷൻ പൊട്ടിച്ചേട്ടാ ആയിരിക്കും. സനീഷ്. അതും നല്ല കളർ ഷെയ്ഡിലാണ് ഈ രണ്ട് ഡിസൈന് വന്നിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ നല്ല ക്വാണ്ടിറ്റി ഇവിടെ അവൈലബിൾ, ബൾക്കായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നമുക്കിപ്പം നല്ല ബൾക്കായിട്ടും പോകുന്നുണ്ട്. പെർ സോഫ്റ്റ് മീറ്റർ എത്ര? കോഡഡ് കളേഴ്സ് ആണ്. 296 ആണ് പെർ 296. മീറ്റർ വരുന്നത്. ഇത് ഇതിന്റെ ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ്. 60 ഇഞ്ചാണ് വീതി വരുന്നത് കേട്ടോ. 60 ഇഞ്ച് വീതി ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി നോക്കിയിട്ട് പർച്ചേസ് ചെയ്താൽ മതി. ക്രഷ്ഡ് കോട്ടൺ ആണ് നമ്മളുടെ അങ്കമാലിലുള്ള സ്റ്റോറിൽ ഇത് പറയുന്നത്. മറ്റേ ഇലിയാസ് പറഞ്ഞപ്പോൾ റയോൺ എന്നാണ് പറഞ്ഞത്. ഇത് ക്രഷ്ഡ് കോട്ടൺ ആണേ. കോട്ടൺ നല്ല നല്ല സോഫ്റ്റ് കോട്ടൺ സോഫ്റ്റ് ഫാബ്രിക്. ക്രഷ്ഡ് കോട്ടൺ ആണേ. അപ്പൊ ഇതിലേക്ക് ബ്ലൂ കളറും വരുന്നുണ്ട്, യെല്ലോ ഷെയ്ഡും വരുന്നുണ്ട് സ്ട്രൈപ്സിൽ. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ചെക്ക്. ഗിങ്കം ചെക്സ് എന്നാണ് ഇതിന്റെ ആക്ച്വൽ നെയിം. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. അപ്പോ ഇത് വെച്ച് നമുക്ക് കുറേ ചെയ്യാൻ പറ്റും. വളരെ ഈ പിൻട്രസ്റ്റിലൊക്കെ കുറെ കാണുന്ന ടൈപ്പ് പ്രിന്റും കളറും. ഈ കളർ ആയാലും ഇപ്പൊ വീണ്ടും കുറെ ട്രെൻഡ്. ഒരു കാലത്ത് പീച്ച് ഭയങ്കര ട്രെൻഡ് ആയിരുന്നില്ല, ഇടയ്ക്ക് വെച്ച് അത് നിന്നുപോയി. ഇപ്പൊ വീണ്ടും അതെ, പീച്ചസ് ഇങ്ങനെ കുറെ ഓറഞ്ച് ഓറഞ്ച് കേറി, ഓറഞ്ചിന്റെ വൈബാണ് ഓറഞ്ച് ഒത്തിരി കയറി പീച്ച് വരണേ. അതൊക്കെ കേറി വരുന്നുണ്ട്. ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് നല്ല സമ്മറി ഡ്രസ്സസ്, ക്യൂട്ട് ഡ്രസ്സസ്, സ്കേർട്സ് അടിക്കാം, ഷർട്ട്സ് അടിക്കാം. വളരെ നല്ല നമ്മുടെ ക്ലൈമറ്റിനാണെങ്കിൽ എപ്പോഴും എല്ലാവരും ഇപ്പൊ കംഫർട്ടാണ് എല്ലാത്തിനും പ്രിഫർ ചെയ്യണത്. സോ അതിനൊക്കെ ഏറ്റവും പറ്റിയ ഫാബ്രിക് തന്നെയാണ്. ഒരു ഡ്രസ് സ്റ്റൈലിലേക്കാണ് ഏറ്റവും കൂടുതൽ സ്ലീവ്ലെസ് ആയിട്ടും ഒരു ബോയ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ കംഫി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന 60 ഇഞ്ച് വീതി വരുന്ന 60 ഇഞ്ച് വീതി ഉള്ളതുകൊണ്ട് തന്നെ രീതികളാണ്. കുറച്ച് ഫാബ്രിക് മതിയാവും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ. യെസ്, ഇനി അതിന്റെ കളർ ഷെയ്ഡ് കാണിച്ച്. ഇത് ബ്ലാക്ക് എപ്പോഴും എല്ലാത്തിനും നല്ലതായിരിക്കും. ഇത് വെച്ച് എനിക്കൊരു ഡ്രസ്സ് വേണം. ഞാനിങ്ങനെ റെഡ് കോൺട്രാസ്റ്റ് കൊടുത്തിട്ട് അങ്ങനെ എന്തെങ്കിലും ലൈക്ക് ഫുൾ ഡ്രസ്സ് ഈ കളർ തന്നെ, എന്നിട്ട് ഒരു റെഡ് ബോ പോലെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു ഓക്കെ, കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഉത്തരവ്. ഇത് അക്വ ഗ്രീൻ ആ ഗ്രീൻ. ഒരു കോംബോ. എല്ലാം ഒരു വൈറ്റ് ബേസ്ഡ് ആണ്, നല്ല ബ്രൈറ്റ് ആണ്. ഈ ചെക്സ് ഏറ്റവും കൂടുതൽ പോകുന്നതും ക്രിസ്തുമസിന്റെ ഒരു സമയത്താണ് അതെ, ഏറ്റവും കൂടുതൽ. കൊറേ കസ്റ്റമേഴ്സ് അന്വേഷിച്ച് വന്നായിരുന്നു ക്രിസ്മസ് ചെക്സ്. അപ്പോൾ അതെ, അവർക്കുള്ള ഉത്തരമാണ് ഇമ്പോർട്ടഡ് നമുക്ക് എല്ലാം ഇമ്പോർട്ടഡ് വന്നിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ കുറച്ച് ഈ സമയം തന്നെ കയറി എന്തായാലും മാക്സിമം. ഞാനിത് ആക്ച്വലി ഓൺലൈൻ ഓർഡർ ചെയ്തത്, പക്ഷെ അതിന്റെ തന്നെ സെയിം ഫാബ്രിക് നമ്മുടെ കടയിൽ ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നമുക്ക് ഇത് സ്കേർട്ടായിട്ടാ. ആ, ഇത് ഞാൻ ജസ്റ്റ് ഏതോ ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തതാ. അപ്പൊ ഇതേപോലെയൊക്കെ സ്കേർട്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന്റെ സെയിം തന്നെ ടോപ്പും കൂടെ ആണെങ്കിൽ ഒരു സെറ്റ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം. ഇതൊന്നും ഒരുപാട് ഫാബ്രിക് ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ഒരു മീറ്ററിലൊക്കെ തന്നെ ഒരു മീറ്റർ, തീരണേ. കാരണം ഇത് 60 ഇഞ്ച് ആ, വീതിയല്ലേ. 60 ഇഞ്ച് വീതിയല്ലേ. അല്ലെങ്കിൽ ഒരു 1.25. ആ, ഇനിയിപ്പോ അമ്പർല കട്ട് 1.25 2. ചെയ്യുകയാണെങ്കിൽ ആ, ക്ലോസ് അത് കട്ടിങ് വരുന്ന സ്റ്റിച്ച് സമയത്ത്. ചെയ്യണ അനുസരിച്ചിരിക്കും. അപ്പോ ഇതിന്റെ ബാക്കും നല്ല ഷേപ്പില് ടീൻസിനൊക്കെ എന്ത് ചെയ്താലും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ അമ്മമാര് തന്നെ ആയിരുന്നാലും, കാരണം ആ ഒരു കംഫി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡ്രസ്സുകൾ ചെയ്തെടുക്കാനായിട്ട് ഒരു ബീച്ച് മൂഡ്, പിക്നിക് വൈബൊക്കെ അസാധ്യ ഭംഗിയാണ്. ഒരു ഗേൾസ് ട്രിപ്പിനൊക്കെ പോവാണ് നിങ്ങൾക്ക് ലേഡീസ് ഒരേപോലെ ഡ്രസ്സപ്പ് ചെയ്ത് പോകണം. പക്ഷെ എല്ലാവരും സെയിം വേണ്ട, പല പല കളേഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് നല്ല ക്രിയേറ്റീവ് ആയിട്ട് ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സസും എല്ലാം ചെയ്യാവുന്നതാണ്. നേരത്തെ കാണിച്ചതിന്റെ വേറൊരു കളർ ഷെയ്ഡാണ് ഈ പിങ്ക് വരുന്നത്. നേരത്തെ കാണിച്ച ബ്ലൂവിന്റെ കളർ ഷെയ്ഡാണ് ഈ ഒരു പിങ്ക് വരുന്നത്. എല്ലാം അഫോർഡബിൾ റേഞ്ചിലാണ്. 296. 296 പെർ മീറ്റർ. ഇത് ചെറിയ ചെക്ക്. ചെക്സ്, ഗിംഗാം ചെക്സിന്റെ സ്മോൾ വേർഷൻ ആണിത്. ഇത് ബ്ലൂ ഷെയ്ഡ് വന്നു. ഇത് പിങ്കിന്റെ തന്നെ കുറച്ച് ഡാർക്ക് ആയിട്ട് കയറി വന്നു. പിന്നെ ഇത് വീണ്ടും അക്വ. ഇനി ശരിക്കുള്ള ആ റെഡ് ആൻഡ് വൈറ്റ് നമ്മൾ കാണിച്ചിട്ടില്ല. നെക്സ്റ്റ് പിങ്ക് കളറിലേക്ക് വന്നു. വൈറ്റ് ആൻഡ് പിങ്ക്. ഇതാണ് ശരിക്കും ക്രിസ്തുമസ് ചെക്ക്. ഇതാ
റെഡും വൈറ്റും. ഇതിപ്പോൾ നമുക്ക് എന്ത് ഫ്രോക്കായിട്ട് ചെയ്തെടുക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതിപ്പോൾ 2.5 മീറ്റർ എടുത്തിട്ടൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഐഡിയയിൽ നമ്മളുടെ ഹോം ഡെക്കറിലേക്ക് പോകുന്ന ഒരു പാറ്റേൺ ആയിട്ട് പോകാം. കാരണം അല്ലെങ്കിൽ ഹെഡ് സ്കാർഫ് ആയിട്ട് പോവാം, പോസ് ഉണ്ടാക്കാനായിട്ട് പോവാം. അതെ 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 അതെ. റണ്ണറായിട്ട് നമ്മൾ പണ്ട് ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം ഡൈനിങ് ടേബിളിന്റെ റണ്ണറായിട്ട് വേണമെങ്കിൽ ആ ഒരു ക്രിസ്മസ് ഡെക്കറേഷൻ ടൈമിലേക്ക് ഹോം ഡെക്കറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ അതാ ലൈറ്റ് പീച്ച് കളറ്. എല്ലാത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പിക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ സ്റ്റോറിൽ ഇതിപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇന്ന് കയറിയതാണ്. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് സ്റ്റോർ വിസിറ്റ് ചെയ്യുക. താങ്ക്